പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാനൊരു ആഗോള സമരത്തിന് ലോകത്തെ ക്ഷണിക്കുകയാണ്, അല്ല ഉത്തേജിപ്പിക്കുകയാണ്. ഒരു പാർട്ടിക്കും എതിരായിട്ടല്ല, ഒരു മതത്തിനും എതിരായിട്ടല്ല. ഇന്നത്തെ ഈ അണുബോംബിനും ബോംബുകൾക്കും അതിന്റെ ടെസ്റ്റുകൾക്കും എതിരായിട്ട് നമ്മൾ ഓർക്കണം, കേട്ടുമടുത്തില്ലേ ഓരോ ദിവസവും എന്ന പോലെ ഭൂമി കുലുക്കം, ഓരോ ദിവസവും എന്ന പോലെ കാലാവസ്ഥ മാറുന്നു, ചൂട് തണുപ്പ് മാറുന്നു, മഴക്കാലം നമുക്കറിയാം എല്ലാം തകരുന്നു, വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ നമുക്കറിയാം മണ്ണിടിച്ചിൽ. ഇവിടെ നമുക്കറിയാം യൂറോപ്പിലൊക്കെ ഈയിടെയാണ് തീയ എല്ലാം കത്തുന്നു, നശിക്കുന്നു. തണുപ്പുള്ള രാജ്യങ്ങളെല്ലാം ചൂടായി. ഇനിയും ഇന്നലെ നമ്മൾ കേട്ടു കൊളംബിയയിൽ വലിയൊരു ഭൂകമ്പം, കരഞ്ഞു പോകാതൊക്കെ കേട്ടാൽ. ഇതിനൊക്കെ കാരണങ്ങൾ ഫോസിൽ ഫ്യൂവൽ, അതായത് നമ്മൾ പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, അതിലെ പുക കൊണ്ടാണ്, കൽക്കരി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, ഇങ്ങേയറ്റം സ്പ്രേ പോലും ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതൊക്കെ നിർത്തണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന യാന്ത്രിക സാധനത്തിനുണ്ടാകുന്ന പുകയും ഒക്കെ മലിനമാക്കുന്നു. അപ്പോൾ മലിനീകരണത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രൊപ്പഗാൻഡ. ഇത് വെറുതെ കണ്ണിപ്പൊടിയിലാണ്. യഥാർത്ഥ അതിന്റെ കാരണം ഇവരാരും പറയില്ല. യഥാർത്ഥ കാരണം ഇന്നത്തെ ബോംബ് ടെസ്റ്റും അതുപോലെ തന്നെ ബോംബിടിയിലും ബോംബ് സ്ഫോടനവുമാണെന്ന് പല ഡോക്ടർമാർ കൂട്ടിച്ചേർന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ റിച്ചാർഡ്, ഡോക്ടർ തോമസ് പി ഏക്കർമാൻ, ജെയിംസ് പള്ളോക്ക്, കാൾ സാഗൻ, എല്ലാ പേരുകളും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. ഒന്നിച്ചു ചേർന്നൊരു ഗവേഷണം നടത്തി. എന്തുകൊണ്ട് ഈ അന്തരീക്ഷം ഇങ്ങനെ മാറി മാറി കാലാവസ്ഥ മാറുന്നു? അതിശൈത്യം അല്ലെങ്കിൽ അതിഉഷ്ണം, തീയ്, ഇപ്പോൾ അപ്പോൾ തന്നെ ഭൂമി കുലുക്കം ഒന്നിനു പുറകെ ഒന്നായി. പിന്നെ അതിൽ കൂടുതലും അവർ ചിന്തിച്ചത് രോഗം, പരക്കെ ക്യാൻസർ. മാത്രമല്ല പരക്കെ ഓട്ടിസ്റ്റ് ചിൽഡ്രൻ ഉണ്ടാകുന്നു, മന്ദബുദ്ധിക്കാര്, അല്ലെങ്കിൽ അതായത് സുബോധമില്ലാത്ത കുട്ടികൾ. വയറ്റി വെച്ച് തന്നെ ക്യാൻസർ, വയറ്റി വെച്ച് തന്നെ കണ്ണില്ലാതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കരളില്ല, ചങ്കില്ല, അപ്പോഴേ അബോർട്ട് ചെയ്യുക. അതായത് വയറ്റി കിടക്കുന്ന കുട്ടികളെ പോലും സ്വാധീനിക്കുന്നു ഈ ബോംബിന്റെ നശീകരണ ശക്തി. നമുക്കൊരു ബോംബ് പൊട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. മലിനീകരണം എന്ന് നമ്മൾ പറയുമെങ്കിലും ഒന്ന് റേഡിയേഷൻ, അതാണ് യഥാർത്ഥ വികിരണം. ഈ ബോംബിന്റെ എല്ലാ അശുദ്ധികളും വിഷങ്ങളും ഈ അന്തരീക്ഷത്തിൽ കലരുകയാണ്. എത്ര മെഗാടൺസ് ഉള്ള ബോംബുകളാണെന്നറിയാമോ പൊട്ടിക്കുന്നത്? അതുപോലെ ഷോക്ക് വേവ്സ്, ആഘാത തരംഗങ്ങൾ. ഇനി ഭൂമിയെപ്പറ്റി അല്പം ഒന്ന് പഠിക്കണം. ഭൂമിയെ നമ്മൾ മുറിച്ചു വച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മുട്ട മുറിക്കുന്ന പോലെ മുറിക്കാം. ഭൂമി പരന്നല്ലോ, ഉണ്ടയാ. അതിന് നടുക്ക് ഒരു സ്ഥലമുണ്ട്, ഹോട്ട് സ്പോട്ട്, അതിചൂടുള്ള ഒരു സ്ഥലം. 6000 ഡിഗ്രി ചൂടാ. ഒന്ന് ചിന്തിച്ചു നോക്കണം. അതായത് സൂര്യന്റെ പുറമേയുള്ള ചൂട് തന്നെ. ഇതാണ് അകത്ത്. അത് തണുത്തിട്ടില്ല. ഇതിങ്ങനെ കത്തി ഒഴുകിക്കൊണ്ടിരിക്കണം. ഇനിയും ഈ ഭൂമി ഉറപ്പിച്ചിരിക്കുന്നത് ചില പാളികളിൽ ആണ്, പലകകളിൽ എന്ന് പറയാം. പ്രധാനമായിട്ടും 15 പാളികൾ ഉണ്ട്. അതൊരു അടിയിലത്തെ ഒന്നാമത്തെ ലെയർ ആണ്. പണ്ട് ഹൈന്ദവ വിശ്വാസത്തിലും ഇന്ത്യയിലൊക്കെ പറയായിരുന്നു, അനന്തൻ തലയിൽ വെച്ചിരിക്കുകയാണ്. അനന്തൻ തലയിൽ നിന്നും അടുത്ത് ഭൂമി മാറ്റുമ്പോഴാണ് ഭൂമി കുലുങ്ങുന്നത്. ഈ അനന്തനാണിത്. ഹല്ലേലൂയ. ഞാൻ ആരെയും കളിയാക്കി പറയല്ല. ഒരു അനന്തനാണ് എന്ന് പറഞ്ഞാൽ ഈ പാളി. ഈ പാളി അനങ്ങുമ്പോഴാണ് ഭൂമി കുലുങ്ങുന്നത്. ഇനി മാത്രമല്ല, അതിലൂടെ വരുന്ന ലാവ, ചൂട് ആണ് അഗ്നിപർവ്വതമാകുന്നത്. അത് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, പലയിടത്തും അഗ്നിപർവ്വതം പൊട്ടുന്ന ഇടയില്ല. അപ്പൊ ഈ ചൂടായി കിടക്കുന്നതാണ് പൊട്ടുന്നത്. ഈ കൂടെയുള്ള ബോംബ് പരീക്ഷണങ്ങൾ നിങ്ങൾ ഓർക്കണം.
ബോംബ് പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു തീരുമാനമുണ്ടായി. 1963 ഈ ബോംബിന്റെ ടെസ്റ്റെല്ലാം വായുവിൽ നടത്താൻ പാടില്ല, അവര് സ്പേസിൽ പാടില്ല, വെള്ളത്തിലും പാടില്ല, ഭൂമിക്കടിയിൽ ചെയ്തോളാൻ. ഇപ്പൊ ടെസ്റ്റ് എല്ലാം ഭൂമിക്കടിയിലാണ്. നമ്മുടെ ആ ഭൂമിയാണ് തകർക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു പാറ പൊട്ടിക്കാൻ വെടിവെക്കുമ്പം ആ ഭൂമി കുലുങ്ങില്ലേ? എന്തിനാ ഒരു വണ്ടി പോകുമ്പം ഭൂമി കുലുങ്ങില്ലേ? അവിടെയാണ് ആഹാര തരംഗം. എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അമിട്ട് പൊട്ടുമ്പം, പള്ളിയിലോ അമ്പലത്തിലോ ഒരു അമിട്ട് പൊട്ടുമ്പോൾ എന്തൊരു കുലുക്കം. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കുക മൗനമായി. ഇനി നിങ്ങൾ ഓർക്കണം, ഏകദേശം 2000-ൽ അധികം അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഭൂമിയുടെ 16 സ്ഥലങ്ങളിൽ 60 സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ ന്യൂക്ലിയർ ബോംബുകൾ ഉള്ളവരെല്ലാം പരിശോധന നടത്തും. ഇത് നടത്തുമ്പോൾ പരസ്യപ്പെടുത്തിയ ഈ പരീക്ഷണം നടത്തുന്നത്, ഈ പരീക്ഷണങ്ങൾക്ക് അതീതമായിട്ട് മറച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന ധാരാളം പരീക്ഷണങ്ങൾ, അതായത് ഈ യന്ത്രങ്ങളൊന്നും പെടാതെ. ഇതിനെയൊക്കെ നമുക്കറിയാം, ആകാശത്തിലേക്ക് പോകുന്ന ഒരു ബോംബിനെ തടയാനുള്ള മാർഗമുണ്ട്. ആന്റി മിസൈൽ അങ്ങോട്ട് വരുന്നു, മിസൈൽ തടയുക എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയാം, നമ്മുടെ ന്യൂസ് ചാനലൊക്കെ തടയാൻ പറ്റും. ഉദാഹരണം, അമേരിക്കയിലെ ഫിലിം ഇവിടെ കാണിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ യൂറോപ്പിലേത് ഇന്ത്യയിൽ കാണിക്കാതിരിക്കാൻ, ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ കാണിക്കാതിരിക്കാൻ. അപ്പൊ അതിനുള്ള യാന്ത്രിക നേട്ടം ഭയങ്കരമാണ്. അപ്പോൾ ആ യാന്ത്രിക നേട്ടത്തിൽ ഇപ്രകാരം ബോംബ് പ്രൈവറ്റായിട്ടുണ്ടാക്കുന്ന ആർക്കും അറിയാതെ രഹസ്യമായിട്ട് ചെയ്യുന്നു. ഈ യന്ത്രങ്ങൾ കാരണമാണ്, നമുക്കറിയാം, അടുത്ത കാലത്ത് വരെ കാലാവസ്ഥയെപ്പറ്റിയൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുമായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. മഴയുണ്ടെന്ന് പറഞ്ഞാൽ മഴയില്ലാതാവും, ചൂടാന്ന് പറഞ്ഞാൽ മഴയായിരിക്കുമ്പോൾ. അത് അവരുടെ കുഴപ്പമല്ല, ഈ യന്ത്രങ്ങളെയെല്ലാം ഇത് സ്വാധീനിക്കുന്നു. അടുത്ത കാലം വരെ ഒരു ഭൂമികളൊക്കെ ഉണ്ടായാൽ, കൊടുങ്കാറ്റുണ്ടായാൽ വാണിംഗ് കൊടുത്ത ആളുകളെ മാറ്റുമായിരുന്നു. ഇപ്പൊ പറ്റുന്നില്ല. ഇത് പെട്ടെന്നാണ് വരുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ യന്ത്രങ്ങളെല്ലാം ഭൂമിയിലെടുത്തുകൊണ്ട് അതുകൊണ്ട് ഈ തരംഗങ്ങളെല്ലാം തടയുകയാണ്, നല്ലതിനെയെല്ലാം തടഞ്ഞു നശിപ്പിക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് ശാസ്ത്രീയമായിട്ട് വായിച്ച് അറിഞ്ഞതുകൊണ്ട് ഞാനൊരു ശാസ്ത്രീയമായ പ്രസംഗം തരികയല്ല, ശാസ്ത്രത്തെപ്പറ്റിയും പറയല്ല. അപ്പോൾ ഈ വലിയ ബോംബുകൾ പൊട്ടുമ്പോൾ നമുക്കറിയാം, ഉദാഹരണമായിട്ട് വലിയ ബോംബ് 2ാം ലോക മഹായുദ്ധം തീർന്നത് അതുകൊണ്ടാണ്. ജപ്പാനിൽ ഹിരോഷിമ ആഗസ്റ്റ് 6-ാം തീയതി 1945 യുറേനിയം നിറച്ച ഒരു വലിയ അണുബോംബിട്ടു. അതിന്റെ പേര് കൊച്ചു ചെറുക്കൻ, ലിറ്റിൽ ബോയ് എന്നായിരുന്നു ഓമനപ്പേര്. ഇനിയും വീണപ്പഴേ 70,000 തൊട്ട് 90,000 പേര് വരെ മരിച്ചു, അപ്പോൾ തന്നെ സ്പോട്ടിൽ വെച്ചു. അതുപോലെ അവിടെ തന്നെ നമുക്കറിയാം, ആ രാജ്യത്ത് നഗസാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലൂട്ടോണിയം നിറച്ച ഹൈഡ്രജൻ ആണിതെല്ലാം. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബോംബ് രണ്ടിനെയും പറയപ്പെടുന്നത്, ന്യൂക്ലിയർ എന്ന് പറയുന്നില്ല. ഇപ്പോഴാണ് ന്യൂക്ലിയർ ഇത്രയും അഡ്വാൻസ്ഡ് ആയത്. അതെ, ആ ബോംബിന് അവർ പേരിട്ടത് ഫാറ്റ് മാൻ, തടിയൻ എന്നാണ്, നഗാസാക്കി. ആ സമയത്ത് തന്നെ 60,000 തൊട്ട് 80,000 വരെ മരിച്ചു വീണു. ഇനിയും പിന്നീട് മരിച്ച വിവരം 1 ലക്ഷം, 20 ലക്ഷം, ഇനിയും അത് കൂടുതലായിട്ട് ഇതിന്റെ വികിരണം വഴിയായിട്ട് ഏറെ ക്യാൻസർ രോഗികൾ. നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ ഭോപ്പാലില് 1984 ഒരു ലീക്കുണ്ടായി, ന്യൂക്ലിയർ ലീക്ക്. എത്ര പേര് മരിച്ചു. ഇപ്പോഴും പിറക്കുന്ന കുട്ടികൾ മന്ദബുദ്ധികളായി, അല്ലെങ്കിൽ കൈയും കാലും ഇല്ലാത്തവരായി. മാത്രമല്ല, പലർക്കും വന്ധ്യതയാണ്. ഇതൊക്കെ നമ്മൾ അറിയുന്നതും കാണുന്നതും കേൾക്കുന്നതുമാണ്. ഒത്തിരി കേസ് അതുപോലെ ചെർണോബിൽ റഷ്യയില്, നിയോസോസ്ക എന്ന് പറയുന്ന സ്ഥലത്ത് റഷ്യയില് ഇതുപോലെ ബോംബ് ലീക്ക് ചെയ്തു, പൊട്ടി, അപകടത്തിൽപ്പെട്ട്.
അവിടെ ഇതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ഫലമായിട്ട് ലോകം മുഴുവൻ ഇന്ന് ക്യാൻസർ കൊണ്ട് തന്നെ എത്ര പേർ മരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് ക്യാൻസർ ആണ്. ക്യാൻസർ മാത്രമല്ല, വേറെ പല പല രോഗങ്ങളും ഇന്ന് ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാതെ ഞങ്ങൾക്കറിയാം. അതായത് കുട്ടികൾ, മന്ദബുദ്ധികൾ, എവിടെ ചെന്നാലും ഓട്ടിസ്റ്റ്. മാതാപിതാക്കളെ കുറ്റം പറയും, അവർ കള്ളുകുടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവര് മറ്റ് മാലിന്യങ്ങൾ എടുത്തിട്ടാണ്. ഒന്നുമല്ല. അതുപോലെ തന്നെ മാനസിക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കൊച്ചുകുട്ടികൾ മനസ്സിന് ബാലൻസ് ഇല്ലാതെ പോയി പോകുന്നു. അതുപോലെ ഒത്തിരി പേർക്ക് മക്കളില്ലാതാകുന്നു. അതുപോലെ കൈയില്ല, കണ്ണില്ല, കാലില്ല, അങ്ങനെ പിറക്കുന്നു. അതുപോലെ ശരീരത്തിന്റെ ഉന്മേഷം, ശക്തി, ഇമ്മ്യൂണിറ്റി എന്ന് പറയും, അത് പ്രതിരോധ ശക്തി ഇല്ലാതെ പോകുന്നു. അതും ഈ റേഡിയേഷന്റെ ഒരു ഭാഗം ആണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജനിതക ഉൾപരിവർത്തനം എന്ന് പറയും, ജനറ്റിക് പ്രോബ്ലംസ് എന്ന് പറയും, ജനറ്റിക് മ്യൂച്വേഷൻ, ജനിതക ഉപപരിവർത്തനം. നമ്മളുടെ DNA-ക്കൊക്കെ മാറ്റം ഉണ്ടാകുന്നു. ഇതൊക്കെ അത് നമ്മളെ മനുഷ്യന്റെ മുഴുവൻ ശരീരത്തെയും ഹൃദയത്തെയും മനസ്സിനെയും എല്ലാം സ്വാധീനിക്കുന്ന അതീവ ശക്തിയുള്ള ബോംബുകൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയാൻ പോകുന്നത്, ഇത് മനസ്സിലാക്കുന്ന സഹൃദയരായ മനുഷ്യർ വംശനാശം വരാതിരിക്കാൻ, ഭൂമി നശിക്കാതിരിക്കുവാൻ ഒന്നിച്ചു ചേരണം. നമ്മൾ കേൾക്കുന്നുണ്ട് മലയാളികളുടെ വംശ നശീകരണം, അല്ലെങ്കിൽ അതിലൊക്കെ ഉപരിയായിട്ടൊരു ചിന്ത. ഈ പോക്ക് പോയാൽ, ഈ അഴിച്ചുവിട്ട പോക്ക് ഒരുപക്ഷെ താമസം അമേരിക്ക വീണ്ടും ഒരു അനുഭവം ഭരിക്കാൻ വരാൻ പോകുന്ന ഇറാനിലോ മറ്റിടത്തോ വീണ്ടും നമുക്കും അതിന്റെ കേരളത്തിലും ഇന്ത്യയിലെല്ലാം ഉണ്ടാകും പ്രത്യാഘാതം. നമുക്കെല്ലാം അറിയാം. നമ്മൾ ലേറ്റാണ് എങ്കിലും അല്ല. ഞാൻ പറയും, മാപ്പാപ്പ മുതൽ അല്ലെങ്കിൽ ഹൈന്ദവരിലെയും മുസ്ലിങ്ങളുടെയും എല്ലാ മതനേതാക്കളും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഒന്നിച്ചേരണം ഇതിനെതിരായിട്ട്. മാത്രമല്ല, മനസ്സാക്ഷിയുള്ള രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ, മനസ്സാക്ഷിയില്ലാത്ത രാഷ്ട്രീയക്കാരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള, നമ്മളൊരു ഹോട്ടലിൽ കയറിയാൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക, സേവ് ദ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ അലക്കാൻ അതിന് തുണി കൊടുക്കരുത്. ആ അലക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഈ നമ്മുടെ മലിനീസം ഉണ്ടാക്കും. പുകവലിക്കാതിരിക്കണം, അല്ലെങ്കിൽ സ്പ്രേ ഉപയോഗിക്കാതിരിക്കണം, കഴിവും പെട്രോൾ ഉപയോഗിക്കാതെ അത് ഇലക്ട്രിസിറ്റി കൊണ്ടുള്ള വണ്ടികൾ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വട്ടക്കുട്ടയിൽ വെള്ളം കോരിക്കുക. ഈ പ്രധാനപ്പെട്ട കാരണം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ രോഗങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി, എന്തുകൊണ്ട് മനുഷ്യൻ നശിക്കുന്നു? അപ്പോൾ ഒരു നിരായുധീകരണത്തിനായിട്ടുള്ള ഒരു സമരമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. ഒരച്ഛനാണെങ്കിലും ഈ സമരം ആവശ്യമാണ് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. എനിക്ക് വയസ്സ് 50 കഴിഞ്ഞു, കൊടി പിടിച്ച് മുന്നോട്ടിറങ്ങാൻ എനിക്ക് പറ്റില്ല. വേണമെങ്കിൽ വരാം, തയ്യാറാ നിങ്ങൾ ഒരുക്കിയാൽ. ഞാൻ പറയും, ഓരോ ഗ്രാമങ്ങളിലും, ഓരോ പട്ടണങ്ങളിലും, ഓരോ സംസ്ഥാനത്തും രാജ്യത്തും സഹൃദയരായ മനുഷ്യർ എഴുതിയാൽ പോരാ, പറഞ്ഞാൽ പോരാ, വീഡിയോ ഇറക്കിയാൽ പോരാ, പ്രകടമായിട്ട് ഒരു ഷാദിയും മെമ്മോറാണ്ടങ്ങളും ഒക്കെ ആയിട്ടായിരിക്കാം. അത് പിന്നീട് ഒന്നിച്ചു ചേർന്ന് ജാഥകൾ നടത്തി ഒരു പക്ഷെങ്കിൽ നമ്മൾ ഇൻകിലാബ് വിളിക്കണമെന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കണം. ഇതിനെതിരായിട്ട് ബോംബ് നിർമ്മിതി നിൽക്കണം, നിരായുധീകരണം വേണം, ഉള്ളത് നശിപ്പിക്കണം. നമുക്കറിയാം, യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പ ജീവിച്ച കാലത്ത് ലോകത്തോട് മുഴുവൻ പറഞ്ഞതാണ് നിരായുധീകരണത്തിന്റെ കാര്യം. റഷ്യ, അമേരിക്കയൊക്കെ തലകുലുക്കി കുറെയെല്ലാം സമ്മതിച്ചതുമാണ്, കുറെയെല്ലാം കൊണ്ട് മുക്കിക്കളയുകയും ചെയ്തു. ഇതിൽ വീണ്ടും വീണ്ടും ഇന്ന് ആകാശം മുട്ടയാണ് ബോംബുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ രാജ്യങ്ങളും, നമ്മുടെ ഇന്ത്യ പോലും പാകിസ്ഥാൻ പോലും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഇതെല്ലാം അത് മരുന്ന് കന്ന് പിച്ചാത്തി വെച്ചോ അല്ലെങ്കിൽ തോക്ക് വെച്ചോ വെടിവെച്ച് കൊല്ലുന്ന പോലെയാണ്.
ഇത് മനസ്സിലാക്കി നമുക്കൊരു തലമുറ ഉണ്ടാകണമോ? ഞാൻ പറഞ്ഞ ക്രിസ്തീയ തലമുറയോ ഹിന്ദു തലമുറയോ അല്ല. മനുഷ്യ തലമുറ വേണമോ? ജീവനുള്ള ഒരു തലമുറ വേണമോ? നമ്മൾ അത് കാലം വൈകിട്ടില്ല, ഇറങ്ങണം. നമ്മൾ ഇന്നെല്ലാം കാര്യത്തിനു വേണ്ടി സമരം ചെയ്യുന്നു. ഞാൻ കേരള മുഖ്യമന്ത്രിയോടും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോടും ലോകത്തിലെ എല്ലാ പ്രധാനമന്ത്രിമാരോടും ഞാനിത് പറയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നശിപ്പിക്കാനെങ്കിൽ അത് തുടരും, നശിക്കട്ടെ. അല്ല, നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒരു ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സാക്ഷിയുള്ളവർ, ജീവനെ സഹിക്കുന്നവർ ഇതാണ് ചെയ്യേണ്ടത്. ഈ വലിയ വിഷത്തിനെതിരായി, ഈ വിഷസർപ്പത്തിനെതിരായി നമ്മൾ പോരാടണം. അതായത് നിരായുധീകരണം നമുക്ക് വേണം. ഞാൻ പറഞ്ഞത് വെറും എല്ലാ ആയുധങ്ങളും നിർത്താനല്ല, അണുബോംബുകൾ നിർത്തണം. അതിന്റെ പരീക്ഷണങ്ങളും അതിന്റെ എല്ലാ ഉപയോഗങ്ങളും നിർത്തുക. ഏതെല്ലാം യുദ്ധം ഉണ്ടായാലും വെട്ടുകത്തി കൊണ്ടോ തൂമ്പ കൊണ്ടോ അടിച്ചുകൊണ്ടോ ഒക്കെ ചെയ്തോട്ടെ. പക്ഷെ ഇപ്രകാരം മനുഷ്യന്റെ ഓരോ കോശങ്ങളെയും കാർന്നു തിന്നുന്ന, അതുപോലെ തന്നെ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന, അന്തരീക്ഷത്തിലെ കാലാവസ്ഥ മാറ്റുന്ന, അഗ്നിപർവ്വതങ്ങൾ പൊട്ടിക്കുന്ന, വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന, തീ ഉണ്ടാക്കുന്ന ഈ മൂല കാരണം നശിപ്പിക്കാനായിട്ട്, ഈ നശീകരണത്തിനെതിരായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. പ്രിയപ്പെട്ടവർ, ഞാൻ ഒരു കത്തോലിക്ക വൈദികൻ ആയതുകൊണ്ട് ബൈബിളിലെ ഒരു വാക്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കാം. അത് നിങ്ങൾ പലപ്പോഴും എന്റെ നാക്കിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന 24-ാം അധ്യായം. അതെ, നമ്മളെ ഇന്നെല്ലാം മലിനീകരണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിപ്പൊടിയിട്ട് ഇവരും മിടുക്കരായിട്ട് കോടീശ്വരന്മാരായിട്ട് നടന്നുകൊണ്ട് ഈ ബോംബ് തലയ്ക്ക് വെച്ചുറങ്ങുന്നവർ, പ്രിയപ്പെട്ടവരെ, ഇവിടെ അത് 1000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ടതാണ്. യെശയ്യാ പ്രവാചകൻ അധ്യായം 24:4 മുതൽ 1 കേൾക്കുക. 3 മുതൽ ഭൂമി തീർത്തും ശൂന്യമാകും, പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും. കർത്താവിൻ്റെതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമി നിവാസികൾ ദഹിച്ചു തീരുന്നു. ഭൂമി നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു. ദഹിച്ചു തീരുകയാണ്, വെള്ളത്തിൽ തീരുകയാണ്, ഭൂമികളൊക്കെ എത്തിത്തീരുകയാണ്. പ്രേമയുടെ എന്ത് മനുഷ്യന്റെ പാപം! ഇതാണ് വലിയ പാപം. സ്നേഹമില്ലായ്മ, സ്നേഹരാഹിത്യം, വൈരാഗ്യം, രോഷം, അതിലും പക. ഈ പകയല്ലേ ഈ യുദ്ധം ഉണ്ടാക്കുന്നത്? ഈ യുദ്ധത്തിന് വേണ്ടിയല്ലേ ഈ ബോംബുകളെല്ലാം ഉണ്ടാക്കുന്നത്? ഇവിടെയാണ് കൽപ്പന ലംഘിക്കുന്നു. ഒരു കൽപ്പന, സ്നേഹത്തിന്റെ കൽപ്പന. ഇവിടെയാണ് മരങ്ങൾക്കതീതമായി, വിശ്വാസങ്ങൾക്കതീതമായി, രാജ്യങ്ങൾക്കതീതമായി സ്നേഹത്തിൽ നമുക്ക് കൈകോർക്കണം. ഒന്നായി അടരാടണം എന്ന് ഞാൻ പറയും. ഒന്നായി ഒരു വലിയ സമരം ലോകമാകെ നടത്തണം. അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യുവാനും തയ്യാറാകണം. അങ്ങനെ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് ഞാൻ ക്ഷണിക്കുന്നു. ഇന്ത്യയിലാണെങ്കിൽ പാറ്റാകൾ എന്ന് പറഞ്ഞു യുവാക്കൾ അനീതിക്കെതിരെ കൂടി ഞാൻ കേട്ടു. തമാശ പറഞ്ഞതാണ്. ലോകം മുഴുവൻ യുവാക്കൾ ഇളകുന്നുണ്ട് ഈ പ്രായമുള്ളവരുടെ ഭരണം നിർത്തണമെന്നും പറഞ്ഞു. പ്രിയമുള്ള, എനിക്ക് ഒരു കാലം നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് മക്കളെ, നമുക്ക് ഈ ഭൂമി നിലനിർത്തണ്ടേ? നിങ്ങൾക്കും ജീവിക്കണ്ടേ? മക്കൾക്കും ജീവിക്കണ്ടേ? എങ്കിൽ നമുക്ക് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം കഴിക്കണമെങ്കിൽ നമുക്ക് സ്നേഹത്തിൽ കൈകോർത്ത് ഈ വിഭാഗീയ ചിന്തകളൊക്കെ മാറ്റി സമരം ചെയ്യാം. എന്താർക്കെതിരായി? ഈ ലോക നേതാക്കൾക്കെതിരായി, അതായത് അണുബോംബ് ഉണ്ടാക്കുന്നവരും അതിൽ ടെസ്റ്റ് ചെയ്യുന്നവർക്കും എതിരായി. അത് ഒറ്റ വാക്കിൽ പറഞ്ഞ നിരായുധീകരണത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ എല്ലാ ആയുധങ്ങളും അല്ല, ഞാൻ വീണ്ടും പറയുന്നു, ബോംബിനെതിരായി. പടപെടാൻ എത്ര ബോംബായി ഇപ്പോൾ ഓരോ ദിവസവും വീഴുന്ന അമേരിക്ക. അത് 5000 ഇട്ടു, മിസൈലായിരിക്കാം, എല്ലാം ബോംബിൽ നമുക്ക് കാണുന്നുണ്ടല്ലോ കത്തുന്നത്.
അല്ലെങ്കിൽ ഇസ്രായേൽ അത്രയും ഇട്ടു, ഇറാൻ ഇട്ടു, ഇതൊക്കെ കണക്ക് നമ്പർ കാണുമ്പം ഭീതി വരുന്ന മക്കളെ. ഇതിന്റെ എല്ലാ അനുഭവങ്ങളും നമ്മളും ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്വാസത്തിലൂടെ ഇതിന്റെ എല്ലാം മലിനീകരണം വരുന്നു. നമുക്ക് ഒത്തൊരുമിക്കാം, സമരം ചെയ്യാം. ഞാൻ സമരത്തിന്റെ ആഹ്വാനമാണ് അത് നിങ്ങൾക്ക് അത് ഈ വീഡിയോയിൽ എത്തുന്നത്. എല്ലായിടത്തും സമാധാനവും ഐക്യമൊക്കെ ഞാൻ പറയുമെങ്കിലും ഇപ്പോൾ എനിക്കിത് പറയേണ്ടതായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ആത്മാവ് പറയുകയാണ്, നമ്മൾ ഒന്നുചേർന്ന് അത് അണുബോംബിനെതിരെ പടപൊരുതണം, ഒരു വലിയ പടമുണ്ടാക്കണം. അങ്ങനെ ലോക സമാധാനം കൈവരുത്തണം, ലോക ഐക്യം സ്നേഹം കൈവരുത്തണം, ലോകത്തിന്റെ സമൃദ്ധി കൈവരുത്തണം. ഇത് കേട്ട നിങ്ങളെല്ലാം ദൈവം തമ്പുരാൻ യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.